നേരത്തെ വക്കീൽ പറഞ്ഞു മജൂസി മതം. മജൂസികള് അവർക്കും ഒരു പ്രവാചകനുണ്ടായിരുന്നു, സറാദഷ്ട് പ്രവാചകനുണ്ടായിരുന്നു. അവരുടെ വിശ്വാസപ്രകാരം ദൈവം രണ്ടെണ്ണാണ്. ഒന്ന് അഹിരിമൻ, ഒന്ന് യസ്ദാൻ. പേർഷ്യൻ ഭാഷയാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറച്ച ഒന്ന് അള്ളാഹു, ഒന്ന് പിശാച്ച്. നമ്മൾ പറഞ്ഞ ഇബ്ലീസും അവർക്കൊരു ദൈവമാണ്, അള്ളയൊരു ദൈവമാണ്. നമ്മൾ ഇബ്ലീസ് ദൈവമല്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒഴിവാക്കിയിട്ടാണ്. പഴയകാല മജൂസി മതത്തില് സറാദഷ്ടിന്റെ മതമായി പറഞ്ഞ ഈ മതത്തില്, മജൂസികളുടെ മതത്തില് പിന്നെ ഇബ്ലീസും ഒരു ദൈവമാണ്, അള്ളയൊരു ദൈവമാണ്. അപ്പൊ പണ്ട് എപ്പോഴും തർക്കം നടക്കും, എപ്പോഴും തർക്കമായിരിക്കും. ഒരു മജൂസിനെ കണ്ടപ്പോൾ ഒരു മുസ്ലിം ചോദിച്ചു, നിങ്ങൾ എന്താ ഇനി മുസ്ലിം ആകാത്തത്? അപ്പോ മജൂസി പറഞ്ഞു, ഈ മുസ്ലിമിനെ കളിയാക്കി, അള്ളാഹ് ഉദ്ദേശിക്കായി തന്നെ. അപ്പൊ മുസ്ലിം പറഞ്ഞു, അള്ളാഹ് ഉദ്ദേശിക്കായിട്ടൊന്നും അല്ല, എന്റെ ഇബ്ലീസ് അതിനെ അയക്കാത്തത് കൊണ്ടാണ് എന്ന്. അപ്പൊ പറഞ്ഞു, എന്നാ ഞാൻ ഇബ്ലീസിന്റെ കൂടെയാണ്. ജയിച്ചാൾ ഇബ്ലീസ് അല്ല, അപ്പൊ ഇബ്ലീസ് ഒരു ദൈവാന്ന് ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചല്ല, എങ്കിൽ ഞാൻ ഇബ്ലീസിന്റെ കൂടെയാണ്. അത് ഇബ്ലീസ് ഒരു ദൈവാന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ല. ചിലപ്പോ ഇവർ രണ്ടാളും തമ്മിൽ മത്സരിക്കുമ്പോൾ ആരാ ജയിക്കുന്നത്? ഇബ്ലീസാ ജയിക്കുന്നതായല്ലോ. അതുകൊണ്ട് ഞാൻ ഇബ്ലീസിന്റെ കൂടെയാണ്. അപ്പൊ മുമ്പ് അത് എപ്പോഴും തർക്കം നടന്നിരുന്ന വിഷയം ആണ്. ഇസ്ലാമില് അവർക്ക് കുറെ ബുദ്ധിപരമായ തെളിവുകളൊക്കെ ഉണ്ട്. അല്ലാഹു തആല വലിയ അനുഗ്രഹമായി നിങ്ങൾക്കൊരു ചെറിയ കുട്ടിനെ തന്നു. ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ ഒരിക്കലും കണ്ടാൽ സഹിക്കാൻ കഴിയാത്ത രോഗം. ഈ രോഗം ആ കുട്ടിനെ തന്ന ദൈവം തന്നെ ആ രോഗം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ വൈരുദ്ധ്യമുണ്ട്. രോഗം കൊടുത്തത് വേറെ ദൈവമാണ്, കുട്ടിനെ കൊടുത്തത് വേറെ ദൈവമാണ്, രണ്ടും കൂടി ഒന്നാകാൻ പറ്റൂല എന്ന് ഈ മജൂസികളുടെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് രണ്ട് ദൈവത്തിന് രണ്ട് അവതാരം. അതിന് ഇബ്ലീസിന്റെ അവതാരമായിട്ടാണ് തിജിനെ അവർ ആരാധിച്ചിരുന്നത്. ചുരുക്കത്തിൽ ആ വിശ്വാസം റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ് ഖൈറും ഷർറും അല്ലാഹുവിൽ എന്നുള്ളതാണ്. വഅൻ തുമിന ബിൽ ഖദ്രി ഖൈരിഹാ വശർരിഹാ മിനല്ലാഹി തആല. ഖൈറും ഷർറും അല്ലാഹുവിൽ എന്നുള്ളതാണ് എന്ന വിശ്വാസം. മൗദൂദി സാഹിബ് ഖദറിൽ വിശ്വസിക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഹദീസിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ, ആയത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തുണ്ടായിരുന്ന മതങ്ങൾ എന്താണ് പഠിച്ചിട്ട് വേണം ആയത്തും ഹദീസും പഠിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വന്നപ്പോൾ ഇറാനികൾ രണ്ട് ദൈവത്തിൽ ആരാധിക്കുന്നവരാണ്. ആ രണ്ട് ദൈവത്തിൽ ആരാധിക്കാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം ഖൈറും ഷർറും രണ്ടിൽ എന്നുള്ളതാണ്. അതിന് റദ്ദ് ചെയ്തുകൊണ്ടാണ് ഖൈറും ഷർറും അല്ലാഹുവിൽ എന്നുള്ളത് തന്നെയാണ് എന്ന് വിശ്വസിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. ഇപ്പോ ഒറ്റ നോട്ടത്തില് വക്കീൽ സർ പറഞ്ഞതിന് മറുപടി ആയിട്ടുണ്ടാകുന്ന ഞാൻ സ്വന്തം അനുഭവം വെച്ചിട്ട് അത് മറുപടി ആയിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഇനി അത് വിശദീകരിക്കാം. മൊത്തത്തില് എല്ലാ മതങ്ങളും മൊത്തത്തിൽ ചില കാര്യങ്ങൾ പങ്കുള്ളതായി നമ്മൾ കാണാൻ കഴിയും. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, പ്രധാനപ്പെട്ട 10 മതങ്ങൾ. ബാക്കി പിന്നെ ചെറിയ ചെറിയ മതങ്ങൾ നോക്കാച്ചാൽ ഒരുപാടുണ്ട്. ഇത് മുഴുവനും മൊത്തത്തില് ഒരു ദൈവത്തിലുള്ള വിശ്വാസം, ദൈവ വെളിച്ചപ്പാടിലുള്ള വിശ്വാസം, അതായത് വഹി. ഏതോ രൂപത്തിൽ വഹി വരിക അല്ലെങ്കിൽ വെളിച്ചപ്പാടുണ്ടാകുക. അതുപോലെ മലക്കുകളിലുള്ള വിശ്വാസം, അതുപോലെ പരലോകത്തിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ ധർമ്മങ്ങൾ, സദാചാരങ്ങൾ. സത്യം പറയണം, കളവ് പറയാൻ പാടില്ല, അക്രമം പാടില്ല, അനീതി പാടില്ല, ഗുണം ചെയ്യണം, സഹായിക്കണം എന്നുള്ള ഈ പൊതു ധർമ്മങ്ങൾ. ഈ ഇത്തരം പൊതു കാര്യങ്ങൾ എല്ലാ മതങ്ങളും യോജിച്ചിട്ടാണുള്ളത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് എല്ലാ മതവും എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഹിന്ദുക്കളുടെ വിശ്വാസം, ഇറാനികളുടെ വിശ്വാസം, ഹിന്ദുക്കൾ ഇറാനിൽ നിന്ന് കുടിയേറി പാർത്തതാണ്. അപ്പോൾ തമ്മിൽ ഒരു ത്രിയേകത്വം അവിടെ കാണാൻ സാധ്യതയുണ്ട്. ഒരു ത്രിയേകത്വം ഹിന്ദുക്കൾക്കും ഉണ്ട്, ഇറാനികൾക്കും ഉണ്ട്. ഒരു ത്രിയേകത്വം 3 ആണെങ്കിലും 1 ആണെന്നുള്ള
ഒരു നിലക്ക് ദൈവം മൂന്നാണ്, മറ്റൊരു നിലക്ക് ദൈവം ഒന്നാണെന്നുള്ള ഈ രണ്ട് വീക്ഷണം വെച്ചുകൊണ്ടുള്ള സ്വഭാവം ഇങ്ങനെ കൊടിയേറി പാർത്തവരല്ലാതെ പരസ്പരം ബന്ധമില്ലാത്ത ആളുകളും തമ്മിൽ ഈ വിഷയത്തിൽ യോജിച്ചു വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടിയേറി പാർത്തു വരുമ്പോൾ ഈ വിശ്വാസം അവരിൽ നിന്ന് പകർന്നതാണെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുമെങ്കിലും അങ്ങനെ കൊടിയേറി പാർത്തവരല്ലാതെ പരസ്പരം മുമ്പ് ബന്ധം ഇല്ല എന്ന് സ്ഥിരപ്പെട്ടിടത്തും മതങ്ങളിൽ ഈ കാര്യത്തിൽ ഒരു വിശ്വാസം എല്ലാവർക്കും. മറ്റു പിന്നെ പറയത്തക്ക ആരുമില്ല ലോകത്ത്. നന്ന ചുരുക്കം ഏത് കാലത്ത് നോക്കുകയാണെങ്കിലും തീരെ ബുദ്ധിയില്ലാത്ത കൗമ് ഒന്നോ രണ്ടോ ആളുണ്ടാകും. അവർക്കാണ് ഏതുണ്ടാകുക. ഈ യുക്തിവാദം ഒരു സൃഷ്ടാവില്ല, ഇതിനൊന്നും ഒരു സൃഷ്ടാവില്ല, ഇതൊക്കെ ബൈ ചാൻസ് അവിചാരിതം ഉണ്ടായതാണ് എന്ന ഒരു അഭിപ്രായം നന്ന ചുരുക്കം പരമവിഡ്ഢികൾക്കേ ഉണ്ടാവുക. അവരെ ഖണ്ഡിക്കേണ്ട ആവശ്യമല്ല. 1,24,000 പ്രവാചകന്മാർ ഇവിടെ വന്നിട്ട് അവരുടെ പ്രധാന ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹു മൗജൂദ് എന്നല്ല. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി 1,24,000 അമ്പിയാക്കൾ ഇവിടെ വന്നിട്ടും അങ്ങനെ ഒരു നബിയും വന്നിട്ടില്ല. കാരണം അത് വളരെ വ്യക്തമായ ഒരാശയമാണ്. അതിനൊരാൾ വരേണ്ട ആവശ്യമില്ല. അല്ലാഹു മൗജൂദ്, ഈ പ്രപഞ്ചത്തിന് ദൈവം ഉണ്ട്, യുക്തിവാദം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ പ്രവാചകനും വന്നിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന് പല ദൈവങ്ങളില്ല, ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അതായത് ദൈവം എല്ലാം എന്ന് പറയുന്ന ഒരു തനി വെട്ടികളാണ്. അവര് ബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്ന നിലക്ക് അവരെ വെച്ചിടുകയാണ്. ഒരു ദൈവമല്ല എന്ന് പറയാച്ചപ്പോൾ ഏതുപോലെ ഈ ജിദ്ദി കൂടി ഒരാളിങ്ങനെ നടന്നു നോക്കി. നല്ല സൗകര്യത്തിൽ ആവശ്യത്തിനനുസരിച്ച് റോഡ്, ചിലയിടത്ത് പാലം, ചിലയിടത്ത് തോട്, നല്ല ലൈറ്റ്, നല്ല വീട്, പലയിടത്തും പങ്ക കറങ്ങുന്നു, AC, ഇതെല്ലാം നോക്കിയിട്ട് ഇത് ഉണ്ടാക്കിയ ഒരാളൊന്നുമില്ല, ഇതൊക്കെ അവിചാരിതമായി പുത്തു പൊന്തിയമായി പൊന്തിയതാണ്, അത് ചാൻസ് അവിചാരിതമായി ഉണ്ടാകുക എന്നൊരാൾ പറഞ്ഞാൽ അവന് മറുപടി പറയാൻ നിങ്ങളാരെങ്കിലും നിൽക്കുക. ഒരാൾ പറഞ്ഞ ജിദ്ദി കൂടിയൊക്കെ നടന്നിട്ട് ഈ ലൈറ്റ്, ഈ പങ്ക, അതല്ലെങ്കിൽ ഈ റോഡ്, പാലം, ഇതൊക്കെ ബൈ ചാൻസ് എന്ന് പറഞ്ഞാൽ ഡാർവിൻ തന്നെ ഒത്തുകൂടി വിശദീകരണം നൽകിയിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും ബൈ ചാൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ബൈ ചാൻസിന്റെ ഉദ്ദേശം ഒരു കാരണം കൂടാതെ കാര്യം ഉണ്ടാകും എന്നല്ല, അതെനിക്ക് അഭിപ്രായമല്ല, അതിന്റെ ആശയമല്ല, എന്റെ മദ്ഹബല്ല. കാരണം എന്തിനും ഉണ്ടാകും, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ എന്നതാണ് ഞാൻ ബൈ ചാൻസ് പറഞ്ഞതിന്റെ യോക്ഷ എന്ന് ഡാർവിൻ തന്നെ പല സ്ഥലത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തി ഞാൻ പോകല്ല. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, ഈ റോഡ് അങ്ങ് വെറുതെ ഉണ്ടായി, അല്ലെങ്കിൽ ഈ പാലം അങ്ങ് വെറുതെ അങ്ങുണ്ടായി, ഈ ലൈറ്റ് വെറുതെ അങ്ങ് ഉണ്ടായി, അവൻ ഈ ലോകത്ത് വെച്ച് ഏറ്റവും പരമവിഡ്ഢിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടത്തെ ബദുക്കളിൽപ്പെട്ടവരായി നബിയെ സമീപിച്ചപ്പോൾ ആ ബദുവിനോട് നബി ചോദിച്ചു, കൈഫ അറഫ്ത റബ്ബക. അവർക്ക് സ്കൂളിന്റെ മുറ്റത്ത് പോലും പോയിട്ടുണ്ടാവൂല. കൈഫ അറഫ്ത റബ്ബക, നീ എങ്ങനെയാണ് നിന്റെ റബ്ബിനെ, ദൈവത്തെ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ ആ അറബി പറഞ്ഞ മറുപടി, അൽ ബൈറത്തു തദുല്ലു അലൽ ബൈർ വആഖിറുൽ ലഖദാമി തദുല്ലു അലൽ മസീർ ഫർമുൻ ദാതു ഫിജാജിൻ വബഹറുൻ ദാതു അംവാജിൻ വസമാഉൻ ദാതു അബ്റാജിൻ അഫലാ തദുല്ലു അലൽ ലത്തീഫുൽ ഖബീർ എന്നാണ് ആ ബദു നബിനോട് പറഞ്ഞത്. ആ ബദുവിനോട് നബി ചോദിച്ചത്, എങ്ങനെയാണ് പടച്ചവനെ കണ്ടുക്കണോ, എങ്ങനെ പിന്നെ പടച്ചവനിൽ വിശ്വസിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ആ ബദുവിന്റെ ചിന്ത, ഞാനിപ്പോ ഇവിടെ ബദുക്കൾ എങ്ങനെ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും. ബദുവിന്റെ സന്താനപരം വലിയ ബുദ്ധിയാണ് അവർക്ക്. ഞാൻ ഇങ്ങനെ പ്രത്യേകം ചിന്തിക്കും. കാര്യമായി ദ്വാരിക്കുമ്പോൾ ഞാൻ അവിടെ ബദുവിനെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ോട് കുഴപ്പം. ഇപ്പൊ ദ്വാരക്കുന്ന സമയത്ത് ഈ വധുവിനെ നോക്കണം എന്താണ്, ഞാൻ ഈ പഴയക്കാല ഈ ഹദീസിന്റെ ജീവിതം തന്നെ ഈ ഹദീസാണ് എന്റെ ക്ലാസ്. അപ്പൊ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബിയുടെ പ്രസ്താവനകൾ അത് മാത്രം പറഞ്ഞ് അതിന് വ്യാഖ്യാനിച്ച് അതിന് ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കാനുള്ള, അപ്പൊ എനിക്ക് എപ്പോഴും ആ നാനാ വഴിക്കുന്ന ചിന്ത പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അറബി പറഞ്ഞത്, ഈ ബദു പറഞ്ഞത്, നബിയൽ ബൈറത്തു തദുല്ലു അലൽ ബൈരി, ഞങ്ങൾ ഈ മൈതാനിയിൽ കൂടി ഇങ്ങനെ നടന്നാല് ഒട്ടകക്കാട്ടം കണ്ടാല് ഇതിലൊരു ഒട്ടകം പോയിക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കലുണ്ട്. ഒട്ടകം കാണേണ്ട ആവശ്യമില്ല. ഒട്ടകം കണ്ടിട്ടേ ഒട്ടകത്തിൽ വിശ്വസിക്കുന്നു, അങ്ങനെ ഞങ്ങൾക്ക് ഒരു അഭിപ്രായമല്ല. കാട്ടം കണ്ട അവിടെ ഒട്ടകം പോയി,
ആനന്റെ പിണ്ടി കണ്ട ആനതിൽ പോയിട്ടുണ്ട്, തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുണ്ട് മനസ്സിലാക്കൂലേ? ആന കണ്ടോന്നുണ്ടോ? അതുപോലെ വാസലുള്ള പിതാമി തതുൽ മസീർ, മണൽ കൂടി കാല് പതിഞ്ഞത് കണ്ടാൽ, മനുഷ്യന്റെ കാല് പതിഞ്ഞത് കണ്ടാൽ ഇതിലെ ഒരു മനുഷ്യൻ ഇതിലെ നടന്നു പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കാറുണ്ട്. മനുഷ്യനെ കാണണമെന്നില്ല.